എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നാളെ നമ്മൾ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് വളരെയധികം ബൗൺസ് ബാക്കാണ് നടത്തിയിരിക്കുന്നത്. ഒന്ന്, അദാനിക്ക് എതിരെ കൈക്കൂലി കേസിൽ US ആരോപണം ഉന്നയിക്കുമ്പോഴും അതേസമയം ഇപ്പോൾ അദാനിക്ക് സമൻസ് അയച്ചിരിക്കുകയാണ്. അദാനി കേസിൽ ന്യൂയോർക്ക് ജില്ലാ കോടതിയിൽ നിന്നും ഈ മാസം 21-ന് സമൻസ് അയച്ചിട്ടുണ്ട്. അദാനിക്ക് 20 വർഷത്തിനുള്ളിൽ $2 ബില്യൺ ലാഭം ലഭിക്കുന്ന സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് അദാനിയും അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൻ സാഗർ അദാനിയും ഉൾപ്പെടെ ഉള്ളവർ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം $250 മില്യൺ അതായത് നമ്മുടെ ഇന്ത്യൻ മണി 2000 കോടിയിലധികം രൂപ കൈക്കൂലി നൽകി എന്നാണ് പറയുന്നത്. ഇത്തരം ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടും, അതായത് അദാനിയെ ഏത് നിമിഷവും US ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടും, അതോടൊപ്പം തന്നെ ലോകം 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ആണവായുധങ്ങളോടും കൊണ്ടുള്ള കളിയാണ്. ബൈഡൻ ഇറങ്ങുന്നതിന് കേവലം 2 മാസം മുൻപ് വരെ വളരെ സൈലൻ്റ് ആയിരുന്നു കാര്യം. അതായത് ആണവായുധം ഉപയോഗിക്കാൻ ആർക്കും ബൈഡൻ അനുവാദം കൊടുത്തിരുന്നില്ല ഒരു രാഷ്ട്രത്തിനും. പക്ഷേ ഇറങ്ങുന്നതിന് 2 മാസം മുൻപ് യുക്രൈന് ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള അനുമതി കൊടുത്തതും യുക്രൈൻ അത് കേട്ടപാതി കേൾക്കാത്ത പാതി റഷ്യക്കെതിരെ തൊടുത്തുവിട്ടതും ഈ ഒരു ഭീഷണി നിലനിൽക്കെ ഇപ്പോൾ റഷ്യ ചെറുതായിട്ടൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല ലോകരാഷ്ട്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ, അതായത് 2 വിഭാഗമായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 3-ാം ലോക മഹായുദ്ധം നമ്മൾ പ്രതീക്ഷിക്കാം. ഇത്തരം ഈ നെഗറ്റീവ് ന്യൂസിനിടയിലും വെള്ളിയാഴ്ച നമ്മുടെ ഇന്ത്യൻ വിപണി, ഇന്ത്യൻ മാർക്കറ്റ് ഇത്രത്തോളം റോക്കറ്റ് പോലെ കുതിച്ചുയരണമെങ്കിൽ, അതായത് നിഫ്റ്റി 557 പോയിൻ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻസെക്സ് ആണെങ്കിൽ 1900, അതായത് 2000 പോയിൻറ്റിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ട്രാപ്പ് പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാളെ മാർക്കറ്റിൽ എന്തും സംഭവിക്കാം. നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ നടക്കണം. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായോ അല്ലെങ്കിൽ മാർക്കറ്റ് റിക്കവർ മോഡിലേക്ക് എത്തിയോ എന്നൊക്കെ പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഒന്നുകൂടെ ക്ഷമിച്ചിട്ട് കുറച്ചുകൂടെ, അതായത് ഈ വർഷം ഇപ്പോൾ ഇത് നവംബറാണ്, ഇനി ഡിസംബറിൽ കൂടെ കുറച്ച് ഒരു ഡിഫിക്കൽട്ടായ ക്രിട്ടിക്കലായ കുറച്ച് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ചൈനയിലേക്ക് ഒഴുകുന്നുണ്ട്. നമ്മുടെ FIs ഇപ്പോഴും സെൽ മോഡിലാണുള്ളത്. അതിന് കാരണം ചൈനയാണെന്ന് പറയുന്നുണ്ട്. നവംബറിൽ മാത്രം വിദേശ നിക്ഷേപർ 26,533 കോടി രൂപയുടെ സെല്ലിങ്ങാണ് നടത്തിയത്. അടുത്ത കാലത്ത് ഏറ്റവും ഉയർന്ന വിൽപ്പന നടന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ 94,017 കോടി രൂപയാണ് അവർ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചത്. ഈ പണം മുഴുവൻ ചൈനയിലാണ് ഇവരെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയെ ബാധിച്ച ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കമ്പനികളുടെ നെഗറ്റീവ് മോഡലുള്ള, അതായത് കമ്പനികളുടെ നിരാശപ്പെടുത്തിയ 2ാം പാദ ഫലങ്ങൾ, അതേപോലെ തന്നെ ഷെയറുകളുടെ മൂല്യം ഉയർന്ന നിലയിൽ ആണ് എന്നുള്ള ഒരു ഇമ്പാക്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങളായിട്ട് അനലിസ്റ്റുകൾ പറയുന്നത്. സെപ്റ്റംബറിൽ ചൈനയിൽ FIs 57,724 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. അത് ഈ ഒക്ടോബറിലെത്തുമ്പോൾ 94,017 കോടി രൂപയാണ് അവർ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏതായിരുന്നാലും നമ്മുടെ മാർക്കറ്റ് ഇനിയും അല്പം കൂടെ താഴത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് നൽകുന്ന സൂചനകൾ. പക്ഷേ വെള്ളിയാഴ്ചയിലെ ഈ റോക്കറ്റ് കുതിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഇനിയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം റിലയൻസ് ഇൻഡസ്ട്രീസ്, SBI, ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ITCL ആൻഡ് TTCS, അതേപോലെ തന്നെ ഭാരതി എയർടെൽ, ബജാജ് ഫിനാൻസ് എന്നിവയിലൊക്കെ ഈ FIs കുറച്ചുകൂടെ വെള്ളിയാഴ്ച ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളത് ഒരു പോസിറ്റീവ് പോയിൻ്റാണ്. കാരണം വെള്ളിയാഴ്ച അത് അവർ തുടരുമോ എന്നുള്ളത് നമ്മൾ നാളെ മുതൽ കണ്ടറിയണം. മാത്രമല്ല വേൾഡ് വൈഡിൽ ഓഹരി വിപണികളിൽ ഉണ്ടായ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമ്മുടെ മാർക്കറ്റിലും വെള്ളിയാഴ്ച പ്രതിഫലിച്ചിട്ടുണ്ട്. അതേസമയം വ്യാഴാഴ്ച വലിയൊരു ഇടിവാണ് സംഭവിച്ചത്. അത് US ഗൗതം അദാനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്നുള്ള ഒരു ന്യൂസ് വന്നതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്ക് ഷെയറുകളിലെ വർദ്ധിച്ച ഡിമാൻഡ്, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഈ വെള്ളിയാഴ്ച ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയെന്നാണ് മൊത്തത്തിൽ വരുന്ന വാർത്തകൾ. ഏതായിരുന്നാലും വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ ലെവലുകൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് തുടർച്ചയായി 2 ആഴ്ച നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്ത ലെവലുകൾ
അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചെയ്തത് സേവ് ചെയ്തിരുന്നു, ആ ഡാറ്റ കാണുന്നില്ല. ഏതായിരുന്നാലും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മുടെ ലെവലുകൾ രണ്ടും മറികടന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ, അതായത് നാളെയാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്. ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്. കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മോഡിറ്റി സംബന്ധമായ സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആയിട്ടുണ്ട്. ചാനലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നാളെ ഇത് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഇപ്പോഴും നമ്മുടെ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തിട്ടില്ല. പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയാണ്. പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇത് ബ്രേക്ക് ചെയ്യുന്ന പക്ഷം മാർക്കറ്റ് ആൾ ടൈം ഹൈയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം 1 ഡേ ടൈം ഫ്രെയിമിൽ നാളെ ഇതിന് മുകളിൽ 24,000 ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം നാളെ ഇവിടെ നിന്ന് 24,150 നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് മുകളിൽ താഴേക്ക് തന്നെ തിരിച്ചു വരാനും ഉള്ള സാധ്യതകളാണ് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇതിന് താഴെയുള്ളൂ എൻട്രി 23,400. 23,400 താഴെയാണ് നമുക്ക് എൻട്രി പോസിബിളായിട്ടുള്ളൂ 1 ഡേ ടൈം ഫ്രെയിമിൽ. അപ്പ് സൈഡിലേക്കാണെങ്കിൽ 24,500 മുകളിൽ. ഇത് 1 ഡേ ടൈം ഫ്രെയിമാണ്, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് ഇൻട്രാഡേ ചെയ്യാനുള്ള ലെവലുകൾ നോക്കുകയാണെങ്കിൽ 23,727 താഴെ, 23,720 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് താഴേക്ക് എടുത്തു വരാം. മുകളിലേക്ക് 24,030 മുകളിലും 1 അവർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ എടുത്തു പോകാം. നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ 5 മിനിറ്റ്സിൽ 23,958 960 മുകളിൽ അപ്പ് സൈഡിലേക്കും 23,800 താഴെ ഡൗൺ സൈഡിലേക്കും എടുത്തു വരാം. നിഫ്റ്റിയിൽ നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ള ലെവലുകൾ. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ബാങ്ക് നിഫ്റ്റി നല്ല ഒരു റിക്കവർ മോഡലാണുള്ളത്. അതേസമയം നിഫ്റ്റിയും സെൻസെക്സും റിക്കവർ മോഡ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചെറിയൊരു റീട്രേസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ അതൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കൺഫർമേഷൻ ആയിരുന്നു, റിക്കവർ മോഡലാണ് എന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതായത് ഏതെങ്കിലും ഒരു ഇൻഡെക്സ് മുകളിലേക്ക് സ്ട്രോങ് ആയിട്ട് പോകുമ്പോൾ മറ്റ് 2 ഇൻഡെക്സുകളും നമ്മൾ ശ്രദ്ധിക്കണം, മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യാഴാഴ്ചയിലെ തമ്പനയിൽ തന്നെ നാളെ കുറച്ച് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാം എന്ന് തന്നെയാണ്. കാരണം ബാങ്ക് നിഫ്റ്റി ഒരു റിക്കവർ മോഡലും മറ്റുള്ള 2 ഒരു 50-50 ആ റേഞ്ചിലുമായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോയപ്പോൾ തീർച്ചയായും മറ്റുള്ള ഇൻഡെക്സുകളെയും മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇത് നമുക്ക് സെൻസെക്സ് ആണ്. സെൻസെക്സിൽ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ സെൻസെക്സും നിഫ്റ്റിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ഒരു ചാനൽ പാറ്റേൺ. നാളെ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് കറക്റ്റായിട്ട് 1 ഡേ ടൈം ഫ്രെയിമിലാണ് പ്രീവിയസ് ലോ നമുക്ക് ഇവിടെയാണ് 76,896 താഴെ, 76,890 താഴെ ഡൗൺ സൈഡിലേക്കും 80,800 മുകളിൽ അപ്പ് സൈഡിലേക്ക് നമുക്ക് എൻട്രി എടുത്ത് പോകാം 1 ഡേ ടൈം ഫ്രെയിമിൽ. 1 അവറിൽ നമുക്ക് 76,890 താഴെ തന്നെയുള്ള ഒരു എൻട്രി അപ്പ് സൈഡിലേക്ക് കുറച്ച് താഴെ വെക്കാമെന്ന് മാത്രം. 79,700 ഇത് 1 അവർ ടൈം ഫ്രെയിമിലാണ്. 15 മിനിറ്റ്സിലും നിങ്ങൾക്കിത് വാച്ച് ചെയ്യാം. ഓക്കെ, 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ നോക്കൂ, 78,240 താഴെ ഡൗൺ സൈഡിലേക്ക് വരാം. വേണമെങ്കിൽ ഇത് ലൈനൊന്ന് ലൈന് ബ്ലാക്ക് കളർ ആക്കിയിട്ടുണ്ട്. 5 മിനിറ്റ്സിൽ 78,240 താഴെ ഡൗൺ സൈഡിലേക്ക് വരാം. അപ്പ് സൈഡിലേക്ക് 79,690 മുകളിൽ തന്നെയുള്ളൂ എൻട്രി 5 മിനിറ്റ്സിലും. ഓക്കെ, ഇത് സെൻസെക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം.
ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ കുഴഞ്ഞു കിടക്കുന്ന രൂപത്തിലാണുള്ളത്. ഇവിടെയാണ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രിപ്പിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്പം താഴത്തേക്ക് വന്ന് ഇവിടെ ഒരു മേജർ സപ്പോർട്ട് ഇവിടെയാണ് 49,640 മേജർ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയെ 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കൂ എം പാറ്റേൺ ഫോം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത്, അതായത് ഇതാണ് ട്രിപ്പിൾ ബോട്ടത്തിന് താഴെ വന്നല്ലോ, ടാർഗറ്റ് ഹിറ്റായി ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയ സ്ഥിതിക്ക് ഇത് റീടെസ്റ്റ് നടത്തുകയാണോ അല്ലെങ്കിൽ റിക്കവർ മോഡിലാണോ എന്നുള്ളത് നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് വന്നു. ഇത് റീടെസ്റ്റായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം നമുക്ക് പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ്, ഈ ഒരു റേഞ്ചാണ്. ഇതിന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ ഇത് 1 ഡേ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു റേഞ്ച് 52,570 വരെ വെയിറ്റ് ചെയ്യാം. ഡൗൺ സൈഡിലേക്ക് 49,641. ഇനി 1 അവറിൽ നമ്മൾ ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്നും 49,900 നിന്നും എൻട്രി എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ താഴെ ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ടിനുള്ള സാധ്യത കാണും. 49,600 300 പോയിൻ്റ് ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ എന്നിരുന്നാലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബ്രേക്ക് ഔട്ട് ചെയ്യണം, 1 അവറിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. അതേസമയം അപ്പ് സൈഡിലേക്കാണെങ്കിൽ നമുക്ക് 51,340 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് എടുത്തു പോകാം. ഓക്കെ, ഡൗൺ സൈഡിലേക്ക് 49,900 താഴെയും 1 അവർ ആൻഡ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരികയാണെങ്കിൽ 51,280 മുകളിൽ അപ്പ് സൈഡിലേക്ക് എടുത്ത് പോകാം. 51,280 മുകളിൽ അപ്പ് സൈഡിലേക്ക് എടുത്ത് പോകുമ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് 50,845 താഴെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്കും എടുത്തു വരാം. അപ്പോൾ ഇതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്. ഈ 3 ഇൻഡെക്സുകളും ഞങ്ങൾ പറഞ്ഞ രൂപത്തിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾ വരച്ച് ഏത് ക്യാൻഡിലാണോ നമ്മൾ പറയുന്നത് ആ ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു റീടെസ്റ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ പറയുന്ന ഭാഗത്തേക്ക് തന്നെ പോകുന്ന സമയത്ത് ഏതാണോ, അതായത് റെഡ് ക്യാൻഡിൽ, താഴത്തേക്കാണെങ്കിൽ റെഡ് ക്യാൻഡിലാണോ ഫോം ആവുന്നത്, അപ്പ് സൈഡിലേക്കാണെങ്കിൽ ഗ്രീൻ ക്യാൻഡിലാണോ ഫോം ആവുന്നത്, ആ സമയത്ത് മാത്രമേ എൻട്രി എടുക്കാൻ പാടുകയുള്ളൂ. പ്രോപ്പറായ സമയത്ത്, ഈ പറയുന്ന സമയങ്ങളിൽ എൻട്രി എടുത്ത് കറക്റ്റായ സമയത്ത് പരമാവധി പ്രോഫിറ്റ്, അതായത് നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ട് പോയിക്കോട്ടെ, 10,000 പോയിൻ്റ് മുകളിലേക്ക് പോയാലും എനിക്കിത് മതി എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകുന്ന കാലം അത് നിങ്ങൾ എന്നും പോസിറ്റീവോടുകൂടി നിങ്ങൾക്ക് മാർക്കറ്റിനെ സമീപിക്കാനും നല്ല പ്രോഫിറ്റോടുകൂടി ഇറങ്ങാനും കഴിയും. ഏതായിരുന്നാലും നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.